ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വക്കീൽ വാസു. ലൈംഗിക അതിക്രമം എന്നത് കേവലം ഒരു കുറ്റകൃത്യമല്ല, അത് ഒരാളുടെ ആത്മാഭിമാനത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പലരും പകച്ചു പോകാറുണ്ട്. എന്നാൽ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രതിരോധവും സുരക്ഷയും. ആദ്യം സ്വന്തം സുരക്ഷ ഉറപ്പാക്കുക. സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറുക. തെളിവുകൾ നശിപ്പിക്കരുത്. അതിക്രമം നടന്നാലുടൻ കുളിക്കാനോ വസ്ത്രം മാറാനോ ശ്രമിക്കരുത്. വസ്ത്രങ്ങളും മറ്റും പ്രധാനപ്പെട്ട തെളിവുകളാണ്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഉടൻ പരാതി നൽകുക. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടോ ഓൺലൈനായോ പരാതി നൽകാം. ലൈംഗിക അതിക്രമം നടന്നാൽ ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാം. വനിതാ ഓഫീസറുടെ സാന്നിധ്യം. ഒരു സ്ത്രീയാണ് പരാതി നൽകുന്നതെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്നത് ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. സൗജന്യ നിയമസഹായം. ഇത്തരം കേസുകളിൽ ഇരകൾക്ക് സൗജന്യ നിയമസഹായത്തിന് ഫ്രീ ലീഗൽ എയ്ഡ് അവകാശമുണ്ട്. കൂടാതെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ വിശ്വസ്തനായ ഒരാളെയോ വക്കീലിനെയോ കൂടെ നിർത്താനും അനുവാദമുണ്ട്. രഹസ്യാത്മകത. ഇരയുടെ പേരോ വിവരങ്ങളോ ദൃശ്യങ്ങളോ പുറത്തുവിടുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ, ഭയമല്ല, ധൈര്യമാണ് വേണ്ടത്. നിശബ്ദരായിരിക്കുന്നത് കുറ്റവാളികൾക്ക് കൂടുതൽ കരുത്തു നൽകും. നിയമം കൈനീട്ടി നിങ്ങളെ സഹായിക്കാൻ കൂടെ